അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل جاء الحق وزهق الباطل إن الباطل كان زهوقا صدق الله العلي العظيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. യഥാർത്ഥത്തിൽ മുഹറം മാസവും ഹിജറയും തമ്മിലുള്ള ബന്ധം എന്ത് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് രണ്ടു സംഗതികളാണ് അതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള വിഷയം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ ആ ഹിജറയാണ് ഹിജറ എന്നതുകൊണ്ട് സാങ്കേതികമായി അർത്ഥമാക്കുന്നത് പലായനം. മക്കയിൽ നിന്ന് റസൂലുള്ളാഹി മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ്, പലായനത്തിന് മുമ്പ് സമുദായത്തിൽ, മുസ്ലിം സമൂഹത്തിൽ ഹിജറ നടന്നിട്ടുണ്ട്. ഇസ്ലാമിലെ ആദ്യത്തെ ഹിജറ മക്കയിൽ നിന്ന് ഹബ്ശിയയിലേക്ക്, എത്യോപ്യയിലേക്ക് ഇസ്ലാമിക സമൂഹത്തിലെ ഒരു സംഘം നടത്തിയ ഹിജറയാണ്. പക്ഷെ സാങ്കേതികമായ ഹിജറ എന്ന പ്രയോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നിയോഗത്തിന്റെ, ബിഅ്സത്തിന്റെ അഥവാ പ്രവാചക ദൗത്യ നിയോഗത്തിന്റെ 13-ാം വർഷത്തിൽ, അല്ലെങ്കിൽ 13 വർഷം കഴിഞ്ഞ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത ആ സംഭവത്തെയാണ് ഹിജറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഹിജറ നടന്നത് മുഹറമിലല്ല. ഈ ഹിജറ നടന്നത് സഫർ അവസാനത്തിലും റബീഉൽ അവ്വലിലുമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പുറപ്പെടുന്നത് സഫർ 27-നാണ്, അഥവാ 2-ാമത് മാസം, മുഹറം കഴിഞ്ഞ 2-ാമത് മാസം. 27-ന് പുറപ്പെട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തുന്നത് തൊട്ടടുത്ത മാസം, 3-ാമത് മാസം റബീഉൽ അവ്വൽ 12-നാണ്. അപ്പോൾ തിരുനബിയുടെ ഹിജറ നടന്നത് മുഹറമിലല്ല, മറിച്ച് ഇസ്ലാമിലെ ഹിജറ കലണ്ടർ പ്രകാരം ആ വർഷത്തിനുള്ള പേര് ഹിജറയാണ്. അപ്പോൾ മുഹറമും ഹിജറയും തമ്മിലുള്ള ബന്ധം എന്താണ്? അതിനെക്കുറിച്ച് ഇസ്ലാമിലെ പണ്ഡിതന്മാർ കൃത്യമായൊരു വർത്തമാനം പറയുന്നുണ്ട്. മുഹറമും ഹിജറയും തമ്മിലുള്ള ഒന്നാമത് ബന്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അതുപോലെ തന്നെ തിരുനബിയുടെ അനുചരന്മാർ റളിയല്ലാഹു തആല അൻഹും, അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്യാൻ തീരുമാനമെടുത്തത് മുഹറമിലാണ്. ഹിജറ ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായത് മുഹറമിലാണ്. ഷെയ്ഖ് ഇബ്നു ഹജർ അൽ അസ്കലാനി റഹിമഹുല്ലയുടെ ഫത്ഹുൽ ബാരിയിൽ 7-ാം വാള്യം 268-ാമത് പേജിൽ ഈ ചർച്ചയെ ഉപസംഹരിച്ചുകൊണ്ട് പറയുന്നു, ഹിജറ ചെയ്യാനുള്ള തീരുമാനത്തിന്റെ തുടക്കമുണ്ടായത് കാനഫിൽ മുഹറം, അത് മുഹറമിലാണ്. ഇതിൽ ബൈഅത്തു വഖഅത്ത് ഫി അസ്നാഹിൽ ഹിജ്ജ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്യാനുള്ള തീരുമാനത്തിന് കാരണമായ ബൈഅത്ത്, ഉടമ്പടി നടന്നത് ദുൽഹജ്ജിലാണ്. ദുൽഹജ്ജ് മാസത്തിലാണ്, അഥവാ ഹിജറക്ക് മുമ്പുള്ള ദുൽഹജ്ജ് മാസത്തിലാണ് 2-ാം അഖബ ഉടമ്പടി ഉണ്ടായത്. 1ഉം 2ഉം അഖബ ഉടമ്പടികളാണ്
മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇസ്ലാം പറിച്ചു നടപ്പെടാൻ കാരണമായത്. അപ്പോൾ ആ രണ്ടാമത് ഉടമ്പടി നടന്നത് അത് ഫി അസ്നായി ദുൽഹജ്ജ മാസത്തിലാണ്. വഹിയ മുഖദ്ദിമത്തുൽ ഹിജ്റ, അതാണ് ഹിജ്റയുടെ തുടക്കം. വക്കാന ഔവലു ഹിലാലി ഇസ്തഹല്ല ബഅദൽ ബൈഅ, ഈ രണ്ടാം അഖബ ഉടമ്പടിക്ക് ശേഷമുള്ള ആദ്യത്തെ മാസപ്പിറ. വൽ അസ്മി അലൽ ഹിജ്റ, ഹിജ്റ ചെയ്യാനുള്ള തീരുമാനം വന്ന ശേഷമുണ്ടായ ആദ്യത്തെ മാസപ്പിറ ഹിലാലുൽ മുഹറം, അത് മുഹറമിന്റെ മാസപ്പിറയാണ്. അതാ മുഹറമലാണ് ആ സംഭവം നടക്കുന്നത്, അല്ലെങ്കിൽ ഈ തീരുമാനത്തിന് ശേഷമുണ്ടായ ആദ്യത്തെ ഉദയം അത് മുഹറമാണ്. അതുകൊണ്ട് ഇത് ഹിജ്റയുടെ തുടക്കമായിട്ട് പരിഗണിക്കപ്പെടുന്നു. മുഹറമും ഹിജ്റയും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ നിലപാട് ഇതാണ്. പറഞ്ഞു അതിന്റെ ചുരുക്കം, മുഹറമും ഹിജ്റയും തമ്മിലുള്ള ബന്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബയെ കിറാമും മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യാൻ തീരുമാനമുണ്ടായത് യഥാർത്ഥത്തിൽ മുഹറമിലാണ് എന്ന ഒരു ബന്ധമാണ് ഈ വിഷയമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. ഒന്നാം അഖബ ഉടമ്പടി മക്കയിലേക്ക് മദീനയിൽ നിന്ന് ഔസ് ഹജർ ഗോത്രങ്ങളിൽ നിന്ന് ആളുകൾ ഹജ്ജിന് വന്നു. അത് ജാഹിലിയത്തിലെ ഹജ്ജാണ്. അവർ സാധാരണ വരുന്ന പോലെ വന്നു. മക്കയിൽ ഇസ്ലാമിന്റെ എതിരാളികൾ ശക്തമായ പ്രചാരണം നടത്തി. ഇവിടെ ഒരു മുഹമ്മദിന്റെ പുത്തൻവാദി, പുത്തൻ പ്രസ്ഥാനക്കാരൻ, നിങ്ങൾ അവനുമായി സന്ധിക്കരുത്, കാണരുത്. അവൻ നമ്മുടെ പാരമ്പര്യ മതത്തെ ചോദ്യം ചെയ്യുന്നവനാണ്, അതിനെ നിരാകരിക്കുന്നവനാണ്. ഈ വർത്തമാനം കേട്ടപ്പോൾ മുഹമ്മദിനെ കണ്ടു കളയാമെന്ന് അക്കൂട്ടത്തിൽ ചില ആളുകൾക്ക് തോന്നി. അങ്ങനെയാണല്ലോ അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാവുക. ഏതൊന്നിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവോ അതിനെ സഹായിക്കാൻ ഒരു കൂട്ടർ ഉണ്ടായി വരുമെന്ന വസ്തുത നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു പാഠമാണ്. അപ്പോ അവര് തിരുനബിയുമായി സന്ധിച്ചു. മിൻതക അഖബ, മക്കയുടെ തൊട്ട് സമീപ പ്രദേശമാണ്. അഖബയിൽ വെച്ചാണ് അവർ കണ്ടുമുട്ടിയത്. അഖബ ഉടമ്പടി എന്ന പേര് വരാൻ കാരണം. അങ്ങനെ അവിടെ വെച്ച് റസൂലുള്ളാഹി അവരുമായി സംസാരിച്ചു, ഇസ്ലാമിനെ പരിചയപ്പെടുത്തി. ഹബീബായ റസൂലുള്ളാഹി എന്താണെന്ന് പരിചയപ്പെടുത്തി, കൊണ്ടുവന്ന ആദർശം എന്താണെന്ന് പരിചയപ്പെടുത്തി. ആ മനസ്സുകൾക്ക് അത് സ്വീകാര്യമായി. അവർ തിരുനബിയുമായി കരാർ ചെയ്തു, പ്രവാചകരെ, ഞങ്ങൾ അങ്ങ് പറഞ്ഞതുപോലെ ഈ ആദർശപ്രകാരം ജീവിക്കാൻ തയ്യാറാണ്. പക്ഷെ ഞങ്ങൾക്ക് കൂടുതൽ അറിയില്ല, ഇസ്ലാം എന്താണെന്ന് അറിയില്ല, ഇതുവരെ ഇറങ്ങിയ ആയാത്തുകൾ, സൂറകൾ ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരാളെ നിയോഗിച്ചു തരണം, പഠിക്കാൻ. ഹബീബ് അത് സമ്മതിച്ചു. അങ്ങനെ മിസ്അബ് ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന സാത്വികനായ സഹാബിയെ, മക്കയിലെ വലിയ പണക്കാരനായ സഹാബിയെ, അന്ന് മക്കയിൽ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം നടന്നു പോയ വഴിയിൽ എത്രയോ സമയം അദ്ദേഹം ഉപയോഗിച്ച അത്തറിന്റെ മണം ഇങ്ങനെ നിൽക്കുമത്രേ. അത്രയും മുതിർന്ന വില പിടിച്ച അത്തർ ഉപയോഗിക്കുന്ന, വലിയ വസ്ത്രങ്ങൾ ധരിക്കുന്ന, നല്ല വില കൂടിയ വസ്ത്രം ധരിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം ഏറെ ലാളിത്യത്തോടെ ജീവിച്ചു തുടങ്ങി. ആ മിസ്അബ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഇസ്ലാമിന്റെ ഫുൾ ടൈം പ്രബോധകനായി മദീനയിലേക്ക് ഇവരുടെ കൂടെ പറഞ്ഞയച്ചു. അദ്ദേഹം ഇസ്ലാമിനെ പ്രചരിപ്പിച്ചു. എതിർപ്പുകളും പ്രയാസങ്ങൾക്ക് സഹിച്ചുകൊണ്ട് തന്നെ കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. തൊട്ടടുത്ത ദുൽഹജ്ജ് മാസം മദീനയിൽ നിന്ന് ഔസ് ഹജർ ഗോത്രങ്ങളിൽപ്പെട്ട വലിയൊരു സംഘം ഹജ്ജിന് വന്നു. യഥാർത്ഥ ഹജ്ജിനല്ല വന്ന് റസൂലിനെ കാണാൻ വന്നതാ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ആ സമയത്താണ് മക്കയിലേക്ക് സ്വതന്ത്രമായിട്ട് വരാനും പോകാനും പറ്റുക. ഹജ്ജിന്റെ സമയ, യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളാ. അങ്ങനെ വന്ന ആ സംഘത്തിൽ 73 പുരുഷന്മാരും 2 സ്ത്രീകളും ഉണ്ടായിരുന്നു. 73 പുരുഷന്മാർ, 2 സ്ത്രീകൾ. 2 സ്ത്രീകൾ ഇതിൽ പങ്കാളികളായിരുന്നു. മുഅമ്മാറ, ഒരു സഹോദരിയുടെ പേരാണ് റളിയല്ലാഹു തആല അൻഹ. അവരുടെ ശരിയായ പേര് നസീബ ബിൻത് കഅബുൽ മാസിനിയ എന്നാണ്. രണ്ടാമത്തെ സഹോദരി ഉമ്മു മുനിയ റളിയല്ലാഹു തആല അൻഹ. അസ്മാ ബിൻത് അംർ അദി റളിയല്ലാഹു തആല അൻഹു. അംർ അദി റളിയല്ലാഹു തആല മകൾ അസ്മ. ഈ 2 സ്ത്രീകളും 73 പുരുഷന്മാരും അവർ തിരുനബിയുമായി അഖബയിൽ സന്ധിച്ചു. വിശദമായ സംസാരങ്ങൾ ഉണ്ടായി. അവിടെ വെച്ച് റസൂലും അവനും തമ്മിൽ കരാറിൽ ഏർപ്പെട്ടു. അതാണ് രണ്ടാം അഖബ ഉടമ്പടി. അതിന് അഖബത്തുൽ കുബ്ര, ബൈഅത്തുൽ അഖബത്തുൽ കുബ്ര, ഏറ്റവും വലിയ അഖബ കരാർ എന്നതിന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഇവർ ചോദിച്ചു, റസൂലേ, മക്കയിലെ സ്ഥിതി വളരെ പ്രയാസകരമാണ്, അങ്ങേക്ക് മദീനയിലേക്ക് വരാം, ഞങ്ങൾ അങ്ങനെ സംരക്ഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്താണ് അങ്ങയോട് ഈ വിഷയത്തിൽ കരാർ ചെയ്യേണ്ടതെന്ന് പ്രവാചകരെ അങ്ങ് പറഞ്ഞാലും. അവർ പറഞ്ഞു, കാലൽ അൻസാരി എന്ന അൻസാരികൾ പറഞ്ഞു. അവരാണ് അൻസാരികൾ എന്ന് വിളിക്കുന്നത് മദീനയിലെ മുസ്ലിമീങ്ങളെ. യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ റസൂലേ, അലാമാ നുബായിയുക, ഞങ്ങൾ എന്ത് വിഷയത്തിലാണ് താങ്കളുമായി കരാർ ചെയ്യേണ്ടത് പറഞ്ഞോളൂ, അങ്ങ് പറയുന്ന എന്തും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ കാല റസൂലുള്ളാഹി പറഞ്ഞു, ഇത്
ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസിൽ പറഞ്ഞ വർത്തമാനം മുസ്ലിമായ എല്ലാവരും എക്കാലത്തും പാലിക്കേണ്ട ഉപാധികളാണ്. ഇസ്ലാമിനെ സ്വീകരിക്കാൻ, രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ, ആ ഇസ്ലാമിലെ പ്രവാചകനെ സംരക്ഷിക്കാൻ ജീവൻ കൊടുത്തും ഞങ്ങളുടെ മണ്ണിൽ ഇസ്ലാമിനെ നിലനിർത്തി മുന്നോട്ട് പോകുമെന്ന് തീരുമാനിച്ച ഒരു കൂട്ടരോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വർത്തമാനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ മുസ്ലിമായി ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഈ കരാർ ഓർക്കണം. ഇത് കേവലം ഒരു ചരിത്രമല്ല, ആ ചരിത്രത്തിലെ ഓരോ ദശാസന്ധികളിലുമുള്ള നിർണായക നിമിഷങ്ങളിലെ വർത്തമാനങ്ങൾ നേരെ ചൊവ്വേ മുസ്ലിമീങ്ങൾ പഠിച്ചിരുന്നുവെങ്കിൽ നഅൂദുബില്ലാ, ഞാനും നിങ്ങളും എന്നോ നന്നായി പോയേനെ. നമ്മുടെ കൂറ് ഇസ്ലാമിനോട് മാത്രമാകുമായിരുന്നു. ഇന്ന് ഇസ്ലാം നമ്മുടെ മുഖ്യധാരാ ജീവിതത്തിന് പുറത്താ, നമ്മുടെ മുഖ്യ അജണ്ടക്ക് പുറത്താ. ഇസ്ലാം അതിന്റെ ഹാഷയിൽ സൈഡിൽ എവിടെയോ കിടക്കുക. നമ്മുടെ ജീവിതവും നിലപാടുകളൊക്കെ വേറെ ആരോ നിർണയിക്കുന്ന, ആരോ തീരുമാനിക്കുന്ന, ആരോ പഠിപ്പിച്ച വഴിയിലായി പോയതിന്റെ കാരണം കൂറ് ഇസ്ലാമിനോടാക്കാൻ നമുക്ക് കഴിയാതെ പോയതാണ്. അതുകൊണ്ട് ഈ ബയ്യത്തിലെ കരാർ ഈ ഉള്ളവൻ ബോധപൂർവം വായിക്കുന്നതാ. ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളോടും ആ കരാറിലെ ഓരോ വാചകവും മനസ്സിൽ സൂക്ഷിക്കേണ്ടവരാണ്. ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ല ഉദ്ധരിക്കുകയാണ് ഈ ഹദീസ്. അൻ ജാബിർ റളിയല്ലാഹു തആല ഉദ്ധരിച്ച ഹദീസാണ്. റസൂൽ അപ്പോൾ അവരോട് പറഞ്ഞു, ഞങ്ങൾ എന്തിനാണ് കരാർ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, ഖാല തുബായൂനി, നിങ്ങൾ എന്നോട് ബയ്യത്ത് ചെയ്യേണ്ട കാര്യം ഇതാണ്. ഓരോ മുസ്ലിമും ഇസ്ലാമിനോടുള്ള കൂറ് ഇത് വിഷയത്തിലാണ്, കരാർ ഈ വിഷയത്തിലാണ്. കരാറുണ്ട് നമ്മൾ തമ്മിൽ. നമ്മൾ മുസ്ലിമാണെന്ന് ഒന്നാമത് ഉപാധി ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കല. നമ്മൾ ആരും അറിഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടാവില്ല. കാരണം നമ്മളൊക്കെ ജന്മ ഇതിലങ്ങ് പെട്ടതുകൊണ്ട് ആരൊക്കെയോ ചെവിയിൽ ബാങ്കിക്കാമത്തും കൊടുത്തപ്പോ അങ്ങനെ കൂട്ടത്തിലായി പോയതാ. ഇസ്ലാം അറിഞ്ഞ് സ്വീകരിക്കുന്ന മനുഷ്യന്മാർ കലിമ ചൊല്ലുന്ന രംഗം കണ്ടാൽ കരഞ്ഞു പോകും. അവർ കരയുമ്പോൾ നമ്മളും കരയും. കാരണം അവർ ഇസ്ലാമിനെ അറിഞ്ഞങ്ങ് പ്രഖ്യാപിക്കുമ്പോൾ ഓരോ കലിമയിലെ ഓരോ വാചകം പറയുമ്പോഴും മുള പൊട്ടും പോലെ പൊട്ടും. അവർക്കതിന്റെ വില അറിയാം, ജീവിതത്തിലെ മാറ്റങ്ങൾ അറിയാം, അവരുടെ തീരുമാനങ്ങൾ അത്രമേൽ കടുത്തതാ. അതുകൊണ്ട് ആ പ്രഖ്യാപനത്തിന് അവർക്ക് വലിയ കരുത്തുണ്ടാകും, അവരുടെ മനസ്സിനെ സ്വാധീനിക്കും, അവർ വൈകാരികമായി പോകും. നമുക്കിന്നേ അവരെ ചൊല്ലിയപ്പോൾ ഒരിക്കലും തോന്നിയിട്ടുണ്ടല്ലേ വൈകാരികത? അതാണ് നമ്മുടെ പ്രശ്നവും. അപ്പൊ ഈ കരാർ ഒരു കരാറാ, അതൊരു കരാറാ, അല്ലാഹു റസൂലുമുള്ള കരാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നതിന് ഞാനിതാ സാക്ഷിയ. എന്റെ ജീവിതം ഇനി അതായിരിക്കും, അതിനു വേണ്ടിയായിരിക്കും, അതിനായിരിക്കും. വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ തിരുദൂതനും എന്റെ ജീവിത മാതൃകയും റോൾ മോഡലുമാണെന്ന് ഞാനിതാ പ്രഖ്യാപിക്കുന്നു. ആ പാതയിലായിരിക്കും ഞാൻ, ആ ലക്ഷ്യത്തിനായിരിക്കും ഞാൻ എന്ന പ്രഖ്യാപനം ബയ്യത്താണ്. ആ പ്രഖ്യാപനത്തിന്റെ അർത്ഥമാണ് ഈ പറയുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, തുബായൂനി, നിങ്ങൾ എന്നോട് ബയ്യത്ത് ചെയ്യണം, കരാർ ചെയ്യണം. അലസ്സംഇ വത്താഅ ഫിൻ നശാതി വൽ കസ്ൽ, ഉറക്കത്തിലും ഉണർച്ചയിലും നിങ്ങൾ എന്നെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുമെന്ന് ബയ്യത്ത് ചെയ്യണം. സഹോദരങ്ങളെ, ഉറക്കത്തിലും ഉണർച്ചയിലും, അത് മലയാളത്തിന്റെ പ്രയോഗ. അറബി പ്രയോഗം ഫിൻ നശാതി വൽ കസ്ൽ, ഉണർവിന്റെ അവസ്ഥയിൽ, ഉന്മേഷാവസ്ഥയിലും ആലസ്യാവസ്ഥയിലും. കസ്ലുള്ള മടിയെന്നാ ശരിക്കർത്ഥം. നശാത്ത് ഉന്മേഷം. അപ്പൊ ഉന്മേഷാവസ്ഥയിലും ആലസ്യത്തിന്റെ അവസ്ഥയിലും നമ്മുടെ ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്യുമ്പോൾ ഉറക്കിലും ഉണർച്ചയിലും അല്ലാഹുവിന്റെ റസൂലുള്ളാഹിയെ കേൾക്കണം, അനുസരിക്കണം. അതാണ് ഒന്നാമതായി ഒരു മുസ്ലിം ഇസ്ലാമിനോട് കാണിക്കേണ്ട കൂറ്. ഇത് ഹബീബിയോട് പറയാം, നിങ്ങൾ എന്നോട് കരാർ ചെയ്യണം, ഉറക്കത്തിലും ഉണർച്ചയിലും നിങ്ങൾ എന്നെ കേൾക്കുകയും അനുസരിക്കുകയും വേണം. തുടരുന്നു തിരുനബിയുടെ വർത്തമാനം. ഇസ്ലാമിന് വേണ്ടി ക്ഷേമകാലത്തും ക്ഷാമകാലത്തും ചെലവഴിക്കണം. തിരുനബിയെ കേൾക്കുകയും അനുസരിക്കുകയും വേണം എല്ലായ്പ്പോഴും. അഥവാ കിതാബും സുന്നത്തും കേട്ടനുസരിച്ച് ജീവിക്കണം. രണ്ടാമതായി പണം ചെലവഴിക്കുന്ന കാര്യമാണ്. പരിക്കില്ലാത്ത ഇസ്ലാമാണ് നമ്മുടെ ഇസ്ലാം. ഇസ്ലാം നിലനിൽക്കാൻ ആഗ്രഹിച്ച് നമ്മൾ ആരും അധികമൊന്നും ചെയ്തിട്ടില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ആദർശം മണ്ണിൽ വാഴണം, നിലനിൽക്കണം. ഈ നാട്ടിൽ നിലനിന്നുകൊണ്ട് നിന്നേ പറ്റൂ. നമ്മുടെ കുടുംബത്തിലും തലമുറയിൽ ഇസ്ലാം ഉണ്ടായിരിക്കണം, നമ്മുടെ നാട്ടിലുണ്ടായിരിക്കണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ ആരും ഇസ്ലാമിന് വേണ്ടി ഒന്നും ചെയ്തില്ല. നമ്മുടെ മക്കൾ ഇസ്ലാം പഠിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് ഒരു നല്ല പുസ്തകം പോലും ആ അർത്ഥത്തിൽ വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവില്ല. മദ്രസ സിലബസിലെ പാഠപുസ്തകം നിവൃത്തിയില്ലാതെ വാങ്ങിക്കൊടുത്തതല്ലാതെ. ഇങ്ങനെയൊക്കെ ചിന്തിക്കണം പുതിയ കാലത്ത്, കുറ്റിയറ്റ് പോകാതിരിക്കാനാ. അപ്പോ രണ്ടാമത് ബയ്യത്ത് ഇതിലാണ് വേണ്ടത്.
ക്ഷേമകാലം, ഉസ്ർ പ്രയാസകാലം, യുസ്ർ എളുപ്പകാലം. അപ്പൊ എളുപ്പത്തിലും പ്രയാസത്തിലും കഷ്ടകാലത്തും ഐശ്വര്യത്തിലും നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാൻ തയ്യാറാവണം. മൂന്നാമത് വഅലൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗ്ഗത്തിൽ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും നിങ്ങൾ തയ്യാറാണ്. വഅലൽ അംരി, മൂന്നാമത് നിങ്ങളോട് കരാർ ചെയ്യേണ്ട കാര്യം അൽ അംരി ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കലും, വന്നഹി അനിൽ മുൻകർ, തിന്മ ഇല്ലായ്മ ചെയ്യലുമാണ്. നന്മയുടെ സംസ്ഥാപനവും തിന്മയുടെ ഉച്ചാരണവും നിങ്ങളുടെ ഉപാധി നിങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ട ഉപാധിയാണ്. മുസ്ലിം ആണെങ്കിൽ ചെയ്തേ പറ്റൂ. തിന്മക്കെതിരെ നിലപാടുണ്ടാവണം, നന്മയ്ക്ക് വേണ്ടി പണിയെടുക്കണം. തിന്മയിൽ നന്മ ഇസ്ലാം പഠിപ്പിച്ചതാ. അതിലൊരു വിശദീകരണം വേറെ ആവശ്യമില്ല. ആര് വിശദീകരിച്ചാലും ഖുർആന്റെ സുന്നത്തിന് താല്പര്യത്തിന് എതിരാണെങ്കിൽ നമുക്ക് സ്വീകാര്യമല്ല, അനുകൂലമാണെങ്കിൽ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും. അപ്പൊ നന്മ സംസ്ഥാപിക്കുന്ന ഇസ്ലാമിനെ നട്ടുവളർത്തണം. നമ്മിൽ, നമ്മുടെ കുടുംബത്തിൽ, ഭാര്യയിൽ, മക്കളിൽ, നമ്മുടെ മഹല്ലിൽ, നമ്മുടെ സമൂഹത്തിൽ, നാട്ടിൽ, രാജ്യത്ത്, ലോകത്ത്. അതന്നെ അതിന്റെ അർത്ഥം. അതിലാർക്കും സംശയം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോ അലൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ, നന്മ സംസ്ഥാപിക്കുകയും തിന്മ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യണം. അതാണ് മൂന്നാമത്തെ ഉപാധി. നാലാമത് വഅലാ അൻ തഖൂലഹാ ലാ യുബാലി ഫില്ലാഹി ലൗമത ലായിം, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. വഅലാ അൻ തഖൂലഹാ, നിങ്ങൾ അതിനെക്കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് പറയണം. ലാ യുബാലി ഫില്ലാഹി ലൗമത ലായിം, ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ ഭയപ്പെടാതെ പരിഗണിക്കാതെ. കഴിയുമോ നമുക്ക്? ഇസ്ലാം സ്വീകരിച്ച ആദ്യകാല അൻസാറുകളോട് റസൂലുള്ളാഹി നൽകിയ ബൈഅത്ത് ഇതാ. നിങ്ങൾ അതിനെക്കുറിച്ച്, ഈമാനിനെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച്, കലിമത്ത് ഹക്കിനെ കുറിച്ച്, അതാണ് തഫ്സീർ വിശദീകരണം. അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റണം. ലാ യുബാലി ഫില്ലാഹി ലൗമത ലായിം, അതിലൊരാക്ഷേപകന്റെയും ആക്ഷേപത്തെ നിങ്ങൾ പരിഗണിക്കരുത്. ആരെങ്കിലും പറയുമ്പോഴേക്ക് പേടിച്ചു പോവുക, ഇസ്ലാമിസ്റ്റാണെന്ന് പറയുമെന്ന് പേടിക്കുക, മതമൗലികതാവാദിയാണെന്ന് ആക്ഷേപിക്കുമെന്ന് പേടിക്കുക. അങ്ങനെ അതിനൊക്കെ പേടിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലുള്ള മുസ്ലിമീങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയായി പറയുന്നത്. ഇത് യഥാർത്ഥ വസ്തുതകൾ, ഹദീസാണ്, നമ്മൾ ആരുടെയും വാക്യങ്ങളും വാചകങ്ങളുമല്ല. അങ്ങനെയാകുമ്പോഴാണ് നമ്മൾ അസ്വസ്ഥപ്പെടേണ്ടത്. അതുകൊണ്ട് ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെ ഭയപ്പെടാതെ അന മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ്. എന്റെ ഒന്നാമത് പരിഗണന, പ്രിഫറൻസ് ഇസ്ലാമാണ്. ബാക്കിയെല്ലാം അതിന് ശേഷം വരുന്നതാ. പാർട്ടിയും സംവിധാനവും പ്രത്യയശാസ്ത്രവും പ്രസ്ഥാനവും ഒക്കെ. എന്റെ ആദ്യ പരിഗണന ഇസ്ലാമാണ്, ഞാനൊരു മുസ്ലിമാണ് എന്ന് നിങ്ങൾക്ക് ആർജവത്തോടെ പറയാൻ പറ്റണം. ആരുടെ ആക്ഷേപത്തിന് ഭയപ്പെടാൻ പാടില്ല. നിങ്ങൾ എന്നെ സഹായിക്കണം, എനിക്ക് വേണ്ടി പ്രതിരോധിക്കണം. തംനഊനി, എനിക്ക് നേർന്ന എതിർപ്പുകളെ പ്രതിരോധിക്കണം. ഇതാ ഖദിംതു അലൈക്കും, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ, മിമ്മാ തംനഊന മിൻഹു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ പ്രതിരോധിക്കുന്ന പോലെ, വഅസ്വാജകും, നിങ്ങളുടെ ഭാര്യമാരെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നത് പോലെ, വഅബ്നാഅകും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കാത്തുരക്ഷിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ പ്രതിരോധിക്കണം. എനിക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുകയും വേണം. നിങ്ങളുടെ മക്കളെ, ഭാര്യമാരെ, നിങ്ങളുടെ സ്വശരീരത്തെ നിങ്ങൾ എങ്ങനെ തടയുമോ, സംരക്ഷിക്കുമോ, പ്രതിരോധിക്കുമോ, അങ്ങനെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രതിരോധ രംഗത്തുണ്ടാവണം. അഥവാ ഇസ്ലാമിന് വേണ്ടി രംഗത്തുണ്ടാവണം. ഇസ്ലാമിനെ ആരെതിർത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഭാര്യ മക്കൾ, ഞാൻ എന്റെ കെട്ടിയോടും കുട്ടിയോടും സ്വസ്ഥമായി ജീവിച്ചാൽ മതി എന്ന മാനസികാവസ്ഥ എത്രമേൽ കുഫറിൻ്റെതാണ്, ഷിർക്കിൻ്റെതാണ്, നിഫാഖിൻ്റെതാണ്. ഇസ്ലാം അങ്ങനെ തെരുവിൽ ബത്സിക്കപ്പെടുകയാണ്, ആക്ഷേപിക്കപ്പെടുകയാണ്. സോഷ്യൽ മീഡിയയുടെ തലത്തിൽ അങ്ങനെ കുത്തിമറത്തപ്പെടും. നമ്മളും കൂടിയിട്ട് അത് ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും പോവുകയാണ്. മുസ്ലിം നാമധാരികൾ ഒരു സത്യത്തിന്റെ വർത്തമാനം അവൻ പറയില്ല, അറിഞ്ഞാലും പറയില്ല. എത്ര കപടനാണിവൻ എന്നാലോചിച്ച് നോക്കൂ. പുതിയ കാലം അതാണ്. ഇതാണ് പുതിയ കാലം. പുതിയ കാലത്ത് ചരിത്രം വീണ്ടും വായിക്കേണ്ടിയിരിക്കുന്നു. പുതിയ കാലത്ത് ഇസ്ലാമിനെ ആദ്യം മുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു മുസ്ലിമീങ്ങൾ. എങ്കിലേ അവർക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് തെറ്റിദ്ധാരണയും തിരിച്ചറിവുണ്ടാവും, തിരിച്ചു പിടിക്കാനുള്ള ബോധം ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ഭാര്യമാരെ, ഇളമകളെ സഹായിക്കുന്ന പോലെ, സംരക്ഷിക്കുന്ന പോലെ ഞാൻ നിങ്ങളിലേക്ക് വന്നാൽ എന്നെ നിങ്ങൾ സംരക്ഷിക്കണം. വലക്കുമുൽ ജന്ന, ഇതിനെല്ലാം പകരം നിങ്ങൾക്ക് സ്വർഗമാണ് കേട്ടോ. സ്വർഗത്തെ പ്രതീക്ഷിക്കുന്ന വിശ്വാസികളോട് ഇതാണ് ഇസ്ലാം പറയുന്നത്. ഞാനും നിങ്ങളും സ്വർഗം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതല്ലാത്ത വേറൊരു കരാറില്ല നമ്മുടെ മുമ്പിൽ. ഞാനും നിങ്ങളും നമ്മുടെ കുടുംബവും സ്വർഗം ആഗ്രഹിക്കുന്നെങ്കിൽ ഈ കരാർ നെഞ്ചോട് ചേർത്ത് പാലിക്കാൻ തയ്യാറാവണം. എക്കാലത്തും ഇസ്ലാം ഇതാണ് കരാറായിട്ട് പറഞ്ഞിരിക്കുന്നു. ഹബീബായ റസൂൽ ഈ കരാർ പറഞ്ഞ് അവരെല്ലാവരും ആ ബൈഅത്ത് അംഗീകരിച്ചു. തിരുവിടെ കയ്യിൽ പിടിച്ചവർ വാദ ചെയ്തു. അതാണ് അഖബ ഉടമ്പടി. ഈ അഖബ ഉടമ്പടിക്ക് ശേഷം ദുൽഹജ്ജിൽ നടന്നതാ, ഹജ്ജിന്റെ സീസണാ.
തിരുനബിയുടെ നുബുവത്തിന്റെ 13-ാം വർഷം അവർ തിരിച്ചുപോയി. ശേഷം മുഹറം പിറന്നു. ഈ അഖബ ഉടമ്പടിക്ക് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബിക്ക് ഹിജ്റക്ക് അനുവാദം കൊടുത്തത്. അതിനുമുമ്പ് റസൂൽ അനുവാദം ചോദിച്ചുകൊണ്ടിരുന്നു അല്ലാഹുവിനോട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ. കാരണം മക്കയിൽ 13 കൊല്ലക്കാലം, 3 കൊല്ലം രഹസ്യ പ്രബോധന, ശേഷം 10 കൊല്ലം പരസ്യ പ്രബോധനം, കടുത്ത മർദ്ദന മുറകൾ, യാസിർ കുടുംബം അനുഭവിച്ച ദുരന്തങ്ങൾ, ബിലാൽ റളിയല്ലാഹു തആല അനുഭവിച്ച കടുത്ത പീഡനങ്ങൾ, ഖബ്ബാബ് ഖുബൈബ് റളിയല്ലാഹു തആല അനുഭവിച്ച ചരിത്രങ്ങൾ, തിരുനബിയെ തന്നെ പീഡിപ്പിക്കപ്പെട്ട അവസ്ഥ, മുഖത്തടിക്കപ്പെടുകയും റസൂലിന് പരിക്ക് പറ്റുകയും ചെയ്ത അവസ്ഥ, ഇസ്ലാം സ്വീകരിച്ച ആളുകളെ അവിടെ സഹായിച്ചവരെയും ഷീബ് അബീ ത്വാലിബ് എന്ന കുന്നിൻ ചെരുവിൽ ബഹിഷ്കരിച്ച് അവർക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുകയും തുവലിന്റെ ചെരുപ്പും ഇത്തിരി മരിപ്പറമ്പിലെ മുളച്ചു നിൽക്കുന്ന പച്ച ഇലകളും കഴിച്ചിട്ട് ആടുകളെ കാഷ്ടിക്കുന്ന പോലെ അവർ കാഷ്ടിക്കേണ്ടി വരികയും ചെയ്ത അവസ്ഥ, കടുത്ത ബഹിഷ്കരണം അനുഭവിച്ചത്. ഇതെല്ലാം കടന്നു കഴിഞ്ഞു. ഇപ്പോൾ ഹബീബിനെ കൊല്ലാൻ അവർ തീരുമാനിക്കുക. കാരണം മക്ക വിട്ട് മദീനയിലേക്ക് പോയാൽ ഇത് വളരുമെന്ന് അവർക്കറിയാം. അപ്പോൾ അവർ തിരുനബിയെ കൊല്ലാൻ തീരുമാനിച്ചു. അത്തരം ഒരവസ്ഥയിലാണ് ഹിജ്റ ചെയ്യാൻ റസൂൽ അനുവാദം കൊടുത്തത്. സഹാബത്തിന് അനുവാദം കൊടുത്തു. അവർ ഒറ്റക്കും കൂട്ടായും ശത്രുവിന്റെ കണ്ണിൽ പെടാതെ മക്ക വിട്ടുകൊണ്ടിരുന്നു. അവസാനം റസൂലും സഹാബത്തിൽപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവും മാത്രം അവശേഷിച്ചു. അങ്ങനെ ഇബ്നു ഇസ്ഹാഖ് റഹിമഹുല്ലാഹ് പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഇന്നല്ലാഹ ഖദ് ജഅല ലക്കും ഇഖ്വാന. സഹാബത്തിനെ വിളിച്ച് റസൂൽ പറഞ്ഞ വർത്തമാന ഹിജ്റക്ക് തീരുമാനവും അനുവാദവും ഉണ്ടായപ്പോൾ, ഇന്നല്ലാഹ ഖദ് ജഅല ലക്കും ഇഖ്വാന, നിങ്ങളുടെ നാഥൻ നിങ്ങൾക്ക് കുറെ അഖ്മാരെ, സഹോദരന്മാരെ നൽകിയിരിക്കുന്നു. വദാരൻ, നിങ്ങൾക്കൊരു ഭവനവും ഒരു നല്ല നിർഭയത്വമുള്ള സ്ഥലവും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. തഅ്മനൂന ബിഹാ, അവിടെ നിങ്ങൾ നിർഭയരായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയിക്കൊള്ളൂ. മദീനയെ ഉദ്ദേശിച്ചായി പറഞ്ഞു, അവിടെ നിങ്ങൾക്ക് ഇഖ്വാനുകളുണ്ട്, അൻസാറുകൾ, നിങ്ങൾ മുഹാജിറുകളായിട്ട് പോവാ അങ്ങോട്ട്. അവിടെ അൻസാറുകൾ, നിങ്ങളുടെ സഹോദരന്മാരുണ്ട്. വദാരൻ, അവിടെ നിങ്ങൾക്കൊരു വീടുണ്ട്. തഅ്മനൂന ബിഹാ, അവിടെ നിങ്ങൾ നിർഭയരായിരിക്കും. ഫഖറജൂ ഇലൈഹാ അർസാല, അങ്ങനെ അവർ സംഘം ചേർന്ന് ചെറുതും വലുതുമായ സംഘങ്ങളായി ഒറ്റക്കും കൂട്ടായി അങ്ങനെ പുറപ്പെട്ടു. അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഒരു ദൗത്യം ഏൽപ്പിച്ച റസൂലുള്ളാഹി, ഇവർ വീട് വളഞ്ഞപ്പോൾ കൊല്ലാൻ വേണ്ടി, എന്റെ വിരിപ്പിൽ കിടക്കണം, എന്റെ വസ്ത്രങ്ങൾ അണിയണം, ഞാൻ പുതക്കുന്ന അതേ പുതപ്പ് നീ പുതക്കണം. കുറെ കിഴികളെ ഏൽപ്പിച്ചു. ഈ ശത്രുക്കളുടെ കിഴികൾ അവരെ ഏൽപ്പിച്ച അമാനത്ത് പണമാണ്. അന്ന് ബാങ്കില്ലാത്ത കാല, ലോക്കറില്ലാത്ത കാല. അവിടുത്തെ ലോക്കർ റസൂലുള്ളാഹിയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ശത്രുക്കളുടെ കിഴികളാണ്. അതെല്ലാം ഏൽപ്പിക്കാൻ ഏർപ്പാടാക്കി. അങ്ങനെ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി, അള്ളാഹിന്റെ ഇടപെടൽ കൊണ്ട് അത്ഭുതകരമെണ്ണം ഈ വീട് വളൻ ശത്രുക്കളെ വെട്ടിച്ച് റസൂലുള്ളാഹി പുറത്തിറങ്ങി. നേരത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എല്ലാ സംവിധാനം ഒരുക്കി വെച്ചിരുന്നു. അവിടെ എത്തി. ഇത് സഫർ 27 അസ്സാബി വൽ 20 മിൻ സഫർ മിന സനത്തി സാലിസ അലാ ഷർ ലിൽ ബഅസ. തിരുനബിയുടെ നിയോഗത്തിന്റെ 13-ാം വർഷം, ബിഅസത്തിന്റെ പ്രവാചക ലബ്ധിയുടെ 13-ാം വർഷം കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം 14, കാരണം മുഹറം പറഞ്ഞിരിക്കുന്നു, 14 സഫർ 27 റസൂലുള്ളാഹി അങ്ങനെ പുറപ്പെട്ടത്, തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. സെപ്റ്റംബർ 13 ഹിജ്റ അബ്ദം ക്രിസ്താബ്ദം 622 അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു റസൂൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹാജറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൽ മുകറമ ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാത്രിയാണ് ഇറങ്ങുന്നത്. വലബിസ ഫീ ഗാരി സൗർ, അങ്ങനെ സൗർ ഗുഹയിൽ രണ്ടുപേരും കൂടി തങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും റസൂലുള്ളാഹിയും കൂടി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ജുമുഅ വസ്സബ്ത് വൽ അഹദ്, വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ചയും ഞായറാഴ്ചയും 3 ദിവസം മക്കയിൽ തന്നെ ഉണ്ട് ഗാർ സൗറിൽ. വമിൻ സമ്മ ഇൻതലക ലൈലത്തുൽ ഇസ്നൈൻ, അവിടെ നിന്ന് പിന്നീട് പുറപ്പെട്ടത് ലൈലത്തുൽ ഇസ്നൈൻ ഫിൽ അവ്വൽ മിൻ ശഹ്രി സാലിസ്, 3-ാമത്തെ മാസം, അതായത് റബീഉൽ അവ്വൽ 1-ാം ദിവസം തിങ്കളാഴ്ചയാണ് പുറപ്പെട്ടത്. മക്ക വിടുന്നത് ശരിക്കന്നാ, വീട് വിട്ടത് 27 സഫറിനാണ്, മക്ക വിടുന്നത് റബീഉൽ അവ്വൽ 1-നാണ്. അത് ക്രിസ്താബ്ദം സെപ്റ്റംബർ 16-ാം തീയതി. കുബ, അങ്ങനെ അവിടുന്ന് സഞ്ചരിച്ചു. സാധാരണ മക്കക്കാർ മദീനയിലേക്ക് പോകാത്ത വഴികൾ തെരഞ്ഞെടുത്ത് പ്രത്യേകമായ സഹായിയുടെ ഉടമ്പടിയോടുകൂടി, ഈ സഹായത്തോടുകൂടി അങ്ങനെ ശത്രുവിന്റെ കണ്ണു വെട്ടിച്ച് അവർ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. വസലയില കുബ, അങ്ങനെ കുബയിലെത്തി. ആദ്യമായും മദീനക്കടുത്ത കുബയിലാണ് എത്തിയത്. ഫി യൗമിൽ ഇസ്തിനി, തിങ്കളാഴ്ച ദിവസം.
ഫിൽ യൗമിൽ ഇസ്നൈനി സാമിനി മിൻ ഷഹ്രി സാലിസ്, 3-ാം മാസം അഥവാ റബീഉൽ അവ്വൽ 8-ാം തീയതി തിങ്കളാഴ്ച റസൂലുള്ളാഹി കുബയിലെത്തി. അവിടെ ഇറങ്ങി താമസിച്ചു. ആദ്യത്തെ പള്ളി ഉണ്ടാക്കി, മസ്ജിദ് കുബ. 4 ദിവസം അവിടെ തങ്ങി. പിന്നെ അവിടെ നിന്ന് വസൽ മദീന, തിരുനബി അവിടെ നിന്ന് കുബയിൽ നിന്ന് മദീനയിലേക്ക് എത്തുന്നത് ഫിൽ യൗമി സാനി അശ്റ മിൻ റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ 12-നാണ്. അത് വെള്ളിയാഴ്ചയാണ്. അപ്പോ സഫർ 27-ന് വീട് വിട്ടിറങ്ങി, ഗാറു സൗറിൽ തങ്ങി. റബീഉൽ അവ്വൽ 1-ന് മക്ക വിട്ട്, അങ്ങനെ 8-ാം തീയതി കുബയിലെത്തി. അവിടെ 4 ദിവസം തങ്ങിയിട്ട് അവിടുന്ന് മദീനയിലേക്ക് പുറപ്പെട്ടു. അടുത്താണ് മദീന. അവിടെ എത്തിയത് റബീഉൽ അവ്വൽ 12-ന്, ഒരു വെള്ളിയാഴ്ച. ഇതാണ് ശരിക്കും ഹിജ്റയുടെ ഒരു ഷെഡ്യൂൾ. അപ്പൊ ഈ ഹിജ്റ സംഭവിച്ചത് മുഹറമിലല്ല. ഹിജ്റ തീരുമാനമുണ്ടായത് മുഹറമാണ്. ഹിജ്റ പോകാനുള്ള തീരുമാനം അനുവാദമൊക്കെ വന്ന ആദ്യത്തെ ഉദയചന്ദ്രൻ മുഹറമാണ്. സംഭവം തുടങ്ങുന്ന സഫറിലാണ്, അവസാനിക്കുന്ന റബീഉൽ അവ്വലിലാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടുന്ന ചരിത്രം. തിരുനബിയുടെ ഹിജ്റ അത്യത്ഭുതകരമായ ഒരു സംഭവമാണ്. ഏറെ പഠിക്കേണ്ടുന്ന വിഷയം അതിനകത്തുണ്ട്. എന്നാൽ ഈ ഹിജ്റ സംഭവിക്കാനുള്ള തീരുമാനം ഉണ്ടായത് മുഹറമിലാണെന്നത് മാത്രമാണ് മുഹറവും ഹിജ്റയും തമ്മിലുള്ള ഒരു ബന്ധം. ഈ 2ാമത് ബന്ധം എന്താണെന്ന് നോക്കാം. മുഹറവും ഹിജ്റയും 2ാമത് ബന്ധം, മുസ്ലിമീങ്ങൾക്ക് ഒരു വർഷം ഉണ്ടായിരുന്നില്ല നേരത്തെ. മാസങ്ങൾ നേരത്തെ മുതലേ ഉള്ളതാ. ലോകം തുടങ്ങിയ അന്ന് മുതലേ അള്ളാഹ് നിശ്ചയിച്ചതാണ് മുഹറം മുതൽ ദുൽഹജ്ജ് കൂടിയ 12 മാസങ്ങൾ. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ അത് പഠിച്ചിട്ടുണ്ട്. അന്ന് വർഷമില്ല. ഉമർ ഖത്താബിന്റെ കാലഘട്ടമായപ്പോൾ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അധികാരം ഏറ്റെടുത്ത് 12-13 കൊല്ലമായ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വിശാലമായ പ്രവിശ്യകൾ, ഭരണാധികാര വൃത്തം ഏറെ നീണ്ടുകിടക്കുന്ന ഒരു കാലമാണ്. ഒരുപാട് ഗവർണർമാർ വ്യത്യസ്ത പ്രദേശങ്ങളിൽ, ആഫ്രിക്കൻ, യൂറോപ്യൻ, സിന്ധു നദീതടം വരെ നീണ്ടുകിടക്കുന്ന ആ വിശാലമായ ഭരണത്തിന്റെ ഓരോ മേഖലയിലും പ്രത്യേകമായി ഗവർണർമാരെ നിശ്ചയിച്ച് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര ഭരണാധികാരിയും കുറെ പ്രവിശ്യകളുമുള്ള ഒരു വിശാലമായ രാഷ്ട്രത്തിന്റെ നേതാവായിട്ട് അദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഓരോ നിർദ്ദേശങ്ങൾ കേന്ദ്രം നൽകും, ഓർഡറുകളായിട്ട്. ഇന്ന മാസം ഇന്നത് ചെയ്യണം, ഇന്ന മാസം ഇന്ന റിപ്പോർട്ട് അയക്കണം എന്നിങ്ങനെ. അപ്പൊ അത്തരം ഒരു സന്ദർഭത്തിൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരു കത്ത് എഴുതി ഉമറുൽ ഖത്താബിന്. ഗവർണറായ അദ്ദേഹം കേന്ദ്ര ഭരണ പ്രദേശത്തെ നയിക്കുന്ന അമീറിന് കത്തെഴുതി. അന്നഹു യഅതീനാ മിൻക കുതുബുൻ, താങ്കൾ ഞങ്ങൾക്ക് ഒരുപാട് കത്തുകൾ, ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ലൈസ ലഹാ താരിഖ്, അതിലൊരു തീയതി ഇല്ലല്ലോ. കൽപ്പനകൾ ഇങ്ങനെ വരുന്നു, മാസങ്ങൾ മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. നമുക്കൊരു തീയതി പറയുമ്പോൾ ഒരു വർഷവും ഒക്കെ ഉണ്ടാവണല്ലോ. അങ്ങനെ ഒരു രീതിയിൽ ഇല്ലല്ലോ നമുക്ക് എന്നൊരു വിഷയം അദ്ദേഹം കത്തായിട്ട് എഴുതിയപ്പോഴാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അതിനെ കുറിച്ച് ആലോചിച്ചത്. ഫജമാ ഉമർ സഹാബ, എല്ലാ സഹാബത്തിനും, ജീവിച്ചിരിക്കുന്ന എല്ലാ സഹാബത്തിനെയും വിളിച്ചുകൂട്ടി. ഫസ്തശാറഹും, അവരുമായി മുഷാവറ നടത്തി, കൂടിയാലോചിച്ചു. അങ്ങനെ ചർച്ച നടക്കണം. ഈ ചർച്ചയും നമ്മൾ പഠിക്കണം. എന്തിനു വേണ്ടി പഠിക്കണം? ഇസ്ലാമിലെ മഹാന്മാരായ പ്രഗത്ഭരായ സഹാബത്ത് ചർച്ച ചെയ്തപ്പോൾ ആ ചർച്ചയിൽ മൗലിദ് വന്നോ, തിരുനബിയുടെ ജനനം, വഫാത്ത് വന്നോ എന്നൊക്കെ പഠിക്കണ്ടേ? ഒരു വിഷയത്തിന് അവർ കൊടുത്ത പ്രാധാന്യവും ഇന്ന് സമുദായം തെറ്റായി കൊടുക്കുന്ന പ്രാധാന്യവും മനസ്സിലാക്കാൻ ചരിത്രം പഠിച്ചാലേ പറ്റൂ. അപ്പൊ ഈ ചർച്ചയെ ഇങ്ങനെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി. ഇന്ന ബാലുഹും ഖാൽ, ഈ ചർച്ചയിൽ ചില ആളുകൾ പറഞ്ഞു, അർരിഹു കമാ തുഅർരിഹുൽ ഫുർസ്, പേർഷ്യക്കാർ എങ്ങനെയാണോ കാലഗണന കണക്കാക്കുന്ന അവരുടെ കലണ്ടർ പ്രകാരം നിങ്ങൾ ഡേറ്റ് തീരുമാനിച്ചോളൂ എന്ന് ചില ആളുകൾ അഭിപ്രായപ്പെട്ടു. ഫകരിഹ സഹാബത്ത് ദാലിക, സഹാബയെ കിറാം അത് ഇഷ്ടപ്പെട്ടില്ല. ചർച്ചിൽ സഹാബത്ത് മാത്രമല്ല, താബീകളുണ്ട്. കാരണം കാല ഉമർ ഖത്താബിന്റെ കാലാണല്ലോ. അപ്പൊ പ്രഗത്ഭരായ എല്ലാവരും ഉണ്ട്, ജീവിച്ച സഹാബത്തുണ്ട്. അപ്പൊ ചില ആളുകൾ പറഞ്ഞു, അവരൊക്കെ അങ്ങോട്ടും സഞ്ചരിച്ച് യാത്രയൊക്കെ നടത്തിയപ്പോൾ കലണ്ടറുകൾ പരിചയമുണ്ട്. അപ്പൊ പേർഷ്യക്കാരുടെ കലണ്ടർ ഉണ്ട്, റോമക്കാർക്ക് കലണ്ടർ ഉണ്ട്. അപ്പൊ ചില ആളുകൾ പറഞ്ഞു, നമുക്ക് പേർഷ്യക്കാരുടെ കലണ്ടർ പ്രകാരമാക്കാം. അപ്പൊ കരിഹ സഹാബത്ത് ദാലിക, സഹാബത്ത് അത് വെറുത്തു. ഫഖാല പറഞ്ഞു, വേറെ ചില ആളുകൾ പറഞ്ഞു, അർരിഹു ബിതാരിഖ് റൂം, റോമക്കാരുടെ കലണ്ടർ സ്വീകരിക്കാം. ഫകരിഹു ദാലിക, അതും അവരിഷ്ടപ്പെട്ടില്ല. അതൊക്കെ അന്യമത സംസ്കാരത്തിന്റെ ഭാഗമാണ്, അതല്ല നമ്മൾ പരിഗണിക്കേണ്ടത് എന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ ഫഖാല പറഞ്ഞു, ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു, അർരിഹു മിൻ മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ തിരുനബിയുടെ ജനനം ആധാരമാക്കിക്കോളൂ, എന്നിട്ട് പുതിയ കലണ്ടർ അങ്ങ് തുടങ്ങാം. വഖാല ആഖറുൻ, വേറെ ചില ആളുകൾ പറഞ്ഞു, മിൻ മംബഅസിഹി, അദ്ദേഹത്തിന്റെ നിയോഗം, തിരുനബി പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ആ ദിനം പരിഗണിച്ചോളൂ. വഖാല ആഖറുൻ, വേറെ കുറച്ച് ആൾക്കാർ പറഞ്ഞു, മുഹാജിരിഹി, തിരുനബി ഹിജ്റ ചെയ്ത ആ സമയം പരിഗണിച്ചോളൂ. ഇതൊക്കെ ചർച്ച വന്ന പോയിന്റുകളാണ്.
അപ്പൊ മൗലിദ് തിരുനബിയുടെ ജന്മദിനം പരിഗണിക്കാമെന്ന് ചില ആൾക്കാർ അഭിപ്രായപ്പെട്ടു. അത് ചർച്ചയിൽ പരിഗണിക്കപ്പെട്ടില്ല. വഫാത്തിനെ കുറിച്ച് ഇവിടെ ചർച്ചയിൽ പറഞ്ഞു കേട്ടില്ല. എന്നാൽ തിരുനബി മേഴ്സത്തെ നിയോഗം, തിരുനബി പ്രവാചകനെ നിയോഗിക്കപ്പെട്ട കാലം പരിഗണിക്കുന്ന ചില ആളുകൾ പറഞ്ഞു. അതും ചർച്ചയിൽ വന്നില്ല. എന്നാൽ തിരുനബിയുടെ ഹിജ്റ അത് നമുക്ക് അടിസ്ഥാനമാക്കാം എന്ന് പറഞ്ഞപ്പോ ഫഖാല ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അൽ ഹിജ്റത്തു ഹിജ്റ ഫറഖത് ബൈനൽ ഹഖ് വൽ ബാത്തിൽ, അത് ഹക്കും ബാത്തിലും വേർതിരിച്ച ഒരു വലിയ സംഭവമാണ്. സത്യവും മിഥ്യയും വേർതിരിഞ്ഞത് ഹിജ്റയിലൂടെയാണ്. അതുകൊണ്ട് നമുക്ക് അത് തന്നെ നിശ്ചയിക്കാം, അത് നമ്മുടെ ഡേറ്റായി കലണ്ടറായി നിശ്ചയിക്കാം എന്ന്. ഹിജ്റ, അങ്ങനെ അവരെല്ലാവരും കൂടി ഹിജ്റ അംഗീകരിച്ചു. അപ്പൊ ഹിജ്റ എന്നത് വലിയൊരു സംഭവമാണ്. അവിടെ പ്രവാചകന്റെ ജന്മദിനം പരിഗണിച്ചില്ല. കാരണം ജന്മദിനത്തെ അവർ അങ്ങനെ പരിഗണിക്കാറില്ല. അവർക്കൊരു ശീലമേ ഇല്ല. മൗലിദ് ഒരു വിഷയമായിരുന്നില്ല അവർക്ക്. എന്നല്ല, ഹബീബിന്റെ ജന്മദിനം റബീഉൽ 12 തന്നെയാണോ എന്ന് തർക്കമുണ്ട്. അല്ലെന്ന് ഒരുപാട് തെളിവുകൾ വേറെയുണ്ട്. ഇനി തിരുനബിയുടെ ജന്മദിനം റബീഉൽ 12 പറയാൻ കൃത്യമായ തെളിവില്ല എന്നിരിക്കെ തിരുനബിയുടെ വഫാത്ത് റബീഉൽ 12 പറയാൻ കൃത്യമായ തെളിവുണ്ട്. അനുഭവസ്ഥരാണവർ. ഹിറാ ഗുഹയിൽ തിരുനബി നിയുക്തനായി വന്ന കാലം ആദ്യം അനുഭവിച്ചത് ഖദീജ റളിയല്ലാഹു തആല അൻഹയാണല്ലോ. അപ്പൊ അവിടെ തുടങ്ങുക ചരിത്രം. തിരുനബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട വിഷയം അത്രമേൽ ഷെയർ മദ്കൂറായിരുന്നില്ല. കാരണം തിരുനബി എന്ന ശ്രദ്ധയിലാകുന്നത് പിന്നീടാണ്. മക്കക്കാരുടെ ശ്രദ്ധയിൽ വരുന്നത് എപ്പോഴാ? അദ്ദേഹം വിശ്വസ്തൻ സത്യനുമായ അല്ലമീനായി മാറുമ്പോഴാണ്. അതുവരെ അവരുടെ കുടുംബത്തിലൊരു കുഞ്ഞ് പിറന്നു. പിറക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരിച്ചു, ശേഷം മാതാവ് മരിച്ചു, പിന്നെ വല്യപ്പ വളർത്തി, പിന്നെ പിതാവ് വളർത്തി. ഇങ്ങനെ പിന്നീട് വളർന്നു വരുമ്പോൾ യുവാവാകുമ്പോൾ ആ സമൂഹത്തിൽ ശ്രദ്ധേയനാകുന്നത്. അപ്പൊ ജനിച്ച ദിവസം കൃത്യമായിട്ട് അവരാരും അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ഇതൊക്കെ വസ്തുതകളാണ്, നമ്മളിത് പഠിക്കാനൊരു കാര്യമൊന്നുമില്ല. അപ്പോ ജന്മദിനം ഒരു വിഷയമല്ല അവർക്ക്. ഇസ്ലാമിൽ അങ്ങനെ ജന്മദിനത്തെ പരിഗണിക്കാറില്ല. മരണം അവരെല്ലാവരും അനുഭവിച്ചത്. ഹബീബ് രോഗമായ ഒരാഴ്ചയോളം കടന്നു. എല്ലാ സഹാബത്തും അതിന് സാക്ഷികളാണ്, അനുഭവസ്ഥരാ. അങ്ങനെ മരണപ്പെട്ടവരൊക്കെ ജനാസ നിസ്കരിച്ചവരുമാണ്. പക്ഷേ അത് ചർച്ചയിലേ വന്നില്ല. അപ്പൊ തിരുനബിയുടെ ജനനം അങ്ങനെ പരിഗണിക്കുന്ന ഒരു വിഷയമല്ല എന്നിരിക്കെ പറയപ്പെടുന്ന ആ നാളിലാണ് തിരുനബി വഫാത്തായതെന്ന് കൃത്യമായിരിക്കെ മരണപ്പെട്ട ദിനം തന്നെ ജനിച്ച സന്തോഷം ആഘോഷിക്കുന്ന ആളുകൾ എത്രമേൽ വിഡ്ഢികളായിരിക്കുമെന്ന് വെറുതെ ചിന്തിച്ചു നോക്കുക. അങ്ങനെ കുറെ വിഡ്ഢിത്തവും വൈരുദ്ധ്യവും പേര് നടക്കുന്ന ഒരു സമുദായത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പൊ തിരുനബിയുടെ ഹിജ്റയാണ് അവർ പരിഗണിച്ചത്. അതുകൊണ്ട് ഹിജ്റ ഫറഖത ബൈനൽ ഹഖ് വൽ ബാത്തിൽ, ഹക്കും ബാത്തിലും വേർതിരിച്ച സംഭവമാണ് ഹിജ്റ എന്ന് ഉമറുൽ ഫാറൂഖ് പറഞ്ഞു. ഉമറുൽ ഫാറൂഖിന് പ്രത്യേകത ഉണ്ട്. അത് ഹബീബ് പഠിപ്പിച്ച പ്രത്യേകത. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അൽ ഫാറൂഖ് എന്ന പേര് റസൂലുള്ളാഹി കൊടുത്തതാ, സ്ഥാനപ്പേരാ. അൽ ഫാറൂഖ്, സത്യവും അസത്യവും വേർതിരിച്ച് കാണാൻ കഴിയുന്ന കൃത്യതയുള്ള വ്യക്തിത്വം. ഒരു വിഷയം കേട്ടാൽ അതിന്റെ മർമ്മം കണ്ടെത്താൻ കഴിയും. അങ്ങനെ അപൂർവം വ്യക്തികൾ നമുക്കിടയിൽ ഉണ്ടാവും. വിഷയങ്ങൾ കേൾക്കുമ്പോഴേക്കും മർമ്മങ്ങൾ കണ്ടെത്തും. അപ്പൊ റസൂലുള്ളാഹി ഈ കഴിവ് നേരത്തെ മനസ്സിലാക്കിയിട്ട് ഉമർ ഫാറൂഖിന് അൽ ഫാറൂഖ്, സത്യവും അസത്യവും വേർതിരിക്കുന്ന ഫുർഖാനുള്ള വ്യക്തി, കൃത്യതയാർന്ന വെളിപാട് കിട്ടുന്ന വ്യക്തി എന്ന് പേര് കൊടുത്തു. ഹബീബ് ഇത്ര കൂടി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നു എങ്കിൽ, അങ്ങനെ ഒന്നുമില്ല, അത് ഉമറാകുമായിരുന്നു. അത്രത്തോളം കഴിവും പ്രാപ്തിയും യോഗ്യതയുമുള്ള വ്യക്തിത്വമാണ് ആ ഉമറുൽ ഫാറൂഖ്. ഇതാണ് എടുത്തത് ആ ചർച്ചയിൽ. അദ്ദേഹമാണ് നായകൻ, അമീർ അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അൽ ഹിജ്റത്തു ഹിജ്റ ഫറഖത ബൈനൽ ഹഖ് വൽ ബാത്തിൽ, ഹക്കും ബാത്തിലും വേർതിരിച്ച സംഭവമാണ് ഹിജ്റ. ഫഅരിഹു ബിഹാ, നിങ്ങൾ അതിനെ കലണ്ടറായി സ്വീകരിക്കും, ഡേറ്റായി സ്വീകരിക്കുവിനെന്ന്. ഇതിന്റെ ന്യായം എന്തായി പറഞ്ഞ ന്യായം ഒരു ആയത്താ. മുഖദ്ദിമില ആയത്താണ് ഓതി, സൂറ ഇസ്ര 81 ആയത്ത്. വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂക. വഖുൽ, പ്രവാചകരെ അങ്ങ് പറയുക, ജാഅൽ ഹഖ്, സത്യം വന്നു, വസഹഖൽ ബാത്തിൽ, മിഥ്യ തകർന്നു, ഇന്നൽ ബാത്തില കാന സഹൂക, എല്ലാ മിഥ്യകളും കള്ളങ്ങളും തകരാനുള്ളതാണ്. സൂറ ഇസ്ര 81 വചന. ഇതൊരു മുദ്രാവാക്യത്തിന്റെ ശീലുള്ള ആയത്താ. ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂക. വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ, പ്രവാചകരെ അങ്ങ് പ്രഖ്യാപിക്കുക,
സത്യം പുലർന്നിരിക്കുന്നു, മിഥ്യ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൽ ബാത്തില കാന സഹൂക, മിഥ്യ തകരാനുള്ളതാണ്. അപ്പോൾ അൽ ഹഖ് വൽ ബാത്തിൽ, ഇത് ഹിജ്റയുടെ തിരുനബിക്ക് അനുവാദം കിട്ടിയ സമയത്ത് ഇറങ്ങിയ ആയത്താണ്. ഇതിന് മുമ്പത്തെ ആയത്ത് കൂടി കേട്ടാൽ സന്ദർഭം മനസ്സിലായി. ഇസ്രാ 80. വക്കുൽ പ്രവാചകരെ അങ്ങ് പ്രാർത്ഥിക്കുക, റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ, പടച്ചവനെ എന്നെ നല്ല ഒരു സ്ഥലത്ത് നീ പ്രവേശിപ്പിക്കണം. വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ, നല്ല നിലക്ക് എന്നെ ഇവിടുന്ന് പുറത്ത് കടത്തി തരണം. വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ, എനിക്ക് അനുകൂലമായ അധികാരവും നീ നൽകണം. നമുക്ക് സഹിക്കാത്തൊരു ആയത്തായത്. പലപ്പോഴും മുസ്ലിം സമുദായം പേടിക്കുന്ന ആയത്താ, അല്ല പ്രയോഗങ്ങളാണ് പേടി. അപ്പോൾ മക്കയിൽ നിന്ന് എന്നെ അങ്ങ് കടത്തി തരണം, മദീനയിൽ എത്തിച്ചു തരണം. ഹബീബിന്റെ ആഗ്രഹമാണ്. ആ ആഗ്രഹം നല്ലവർ ഇങ്ങനെ പ്രാർത്ഥിക്ക്, പ്രവാചകരെ ഇങ്ങനെ പ്രാർത്ഥിക്ക്. റസൂലുള്ളാഹി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മക്കയിൽ അവസാന നാളിൽ. വക്കുൽ പ്രവാചകരെങ്ങ് പ്രാർത്ഥിക്കണം, റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ, നല്ല ഒരു സ്ഥലത്ത് നീ എന്നെ പ്രവേശിപ്പിക്കണേ എന്റെ നാഥ. വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ, നല്ല നിലക്ക് എന്നെ ഇവിടുന്ന് പുറത്ത് കടത്തി തരണമേ. വജഅൽനി, നീ എനിക്ക് നിശ്ചയിച്ചു തരണം, മിൻ ലദുൻക, നിന്റെ കയ്യിൽ നിന്ന്, നിന്റെ അടുക്കൽ സുൽത്താനൻ നസീറ, എനിക്ക് സഹായകമായ അധികാരവും നൽകണം. സൂറ ഇസ്രാ 80-ാമത് വചനം. അതിന് തുറന്നു വരുന്ന, അപ്പോ ഹിജ്റക്കുള്ള അനുവാദം ചോദിച്ചുമ്പോൾ റസൂലുള്ളാഹി നടത്തുന്ന പ്രാർത്ഥന, അല്ലാഹു പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അതിന് തുടർച്ചയിൽ വരുന്ന വായത്താണ് വക്കുൽ പ്രവാചകനെ പ്രഖ്യാപിക്കുക, ജഅൽ ഹഖ്, സത്യം പുലർന്നിരിക്കുന്നു, വസഹഖൽ ബാത്തിൽ, മിഥ്യ അനിസ്ലാമികതയുടെ എല്ലാ സംവിധാനവും തകരാൻ പോവുകയാണ്, തകർന്നിരിക്കുന്നു. ഇന്നൽ ബാത്തില കാന സഹൂക, എല്ലാ അനിസ്ലാമിക വ്യവസ്ഥകളും തകരാനുള്ളതാണ്. അതിനൊന്നും സ്ഥായി ഭാവം ഉണ്ടാവില്ല, താൽക്കാലികമായ വിജയമേ ഉണ്ടാവൂ. ഇത് നിങ്ങൾ പ്രഖ്യാപിക്ക പ്രവാചകരാണ്. അപ്പൊ ഈ പ്രഖ്യാപനത്തിനാണ് ഹക്കും ബാത്തിലും വേർതിരിഞ്ഞ ഹിജ്റ, ആ പ്രയോഗത്തെ ഉമർ ഖത്താബ് എടുത്തത്. അങ്ങനെ ഹിജ്റയെ കലണ്ടറായി നിശ്ചയിച്ചു. വത്തഫഖു അലാ ദാലിക, അതിലൊരു ഒന്നിക്കുകയും ചെയ്തു. ഇതാണ് ഹിജ്റയുമായി ബന്ധപ്പെട്ട് മുഹറത്തിനുള്ള ബന്ധം. അഥവാ മുഹറം മുതൽ തുടങ്ങി ദുൽഹജ്ജിൽ അവസാനിക്കുന്ന 12 മാസം ക്രമം, അതിനൊരു വർഷം നിശ്ചയിച്ചപ്പോൾ ഹിജ്റയാണ് അതിന്റെ പേരായിട്ട് നിശ്ചയിക്കപ്പെട്ടത്. സഹോദരങ്ങളെ, മുഹറമിൽ ഹിജ്റക്ക് തീരുമാനമുണ്ടായെന്നാണ് ഒരു ബന്ധം. രണ്ടാമത്തെ, മുഹറമിൽ തുടങ്ങി ദുൽഹജ്ജിൽ അവസാനിക്കുന്ന 12 മാസങ്ങൾ ചേർന്ന ഇസ്ലാമിക കലണ്ടറിന്റെ നാമം ഹിജ്റയാണ്. ഇങ്ങനെ 2 ബന്ധങ്ങളാണ് മുഹറവും ഹിജ്റയും തമ്മിൽ. ചരിത്രം യഥാവിധി പഠിക്കാനും ആ ചരിത്രത്തിന്റെ ദശാസന്ധികളിലെ ഇസ്ലാമിന്റെ കൃത്യതയാർന്ന വർത്തമാനങ്ങളുടെ മർമ്മം ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം. നാഥൻ നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം വദ്ഉഹു ഇന്നഹു ഹുവൽ ബർറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഉണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ, ദാസിമാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ച, സാധാരണ മരണവും രോഗാവസ്ഥയാൽ അസാധാരണ മരണമൊക്കെ വരിച്ച നമ്മുടെ മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ബർസഖിലെ ജീവിതം അള്ളാഹു സ്വർഗീയ അനുഭൂതികൾ നിറഞ്ഞതാക്കി കൊടുക്കുമാറാവട്ടെ. രോഗാവസ്ഥയാൽ പ്രയാസപ്പെടുന്ന നമ്മുടെ നാട്ടിലും കുടുംബത്തിലും നമുക്കറിയുന്ന പരിചിത വൃത്തത്തിലുമുള്ള എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ. പടച്ചവൻ അവൻ്റെ അനുഗ്രഹത്താൽ അവർക്ക് പൂർണ്ണമായ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെയും എല്ലാവരെയും അള്ളാഹു ഈ കോവിഡിൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവൻ്റെ പ്രത്യേകമായ കാവലും കരുതലും നാഥൻ നമുക്ക് പ്രത്യേകമായി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളും പ്രയാസങ്ങളും തമ്പുരാൻ ദൂരീകരിച്ച് എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين.
اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين آمين برحمتك يا أرحم الراحمين.